പുതിയ സീസണിന് മുന്നോടിയായുള്ള യോഹാൻ ഗാംബർ ട്രോഫി മത്സരത്തിൽ ബാഴ്സലോണയ്ക്ക് പരാജയം. എസ് മൊണാക്കോയാണ് ബാഴ്സയെ പരാജയപ്പെടുത്തിയത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു മൊണാക്കോയുടെ ജയം. ഗോൾ രഹിതമായിരുന്നു മത്സരത്തിൻ്റെ ആദ്യ പകുതി. രണ്ടാം പകുതിയിൽ 50-ാം മിനിറ്റിൽ ലാമിൻ കമാരയുടെ ഗോളിൽ മൊണാക്കോ ആദ്യ ലീഡെടുത്തു. 57-ാം മിനിറ്റിൽ മിനാമിനോയുടെ അസിസ്റ്റിൽ ബ്രീലെംബോളോ മൊണാക്കോയുടെ ലീഡ് ഇരട്ടിയാക്കി. മത്സരം പുരോഗമിക്കവേ 86-ാം മിനിറ്റിൽ ക്രിസ്ത്യൻ മവീസ മൊണാക്കോയുടെ 3-ാം ഗോളും നേടി വിജയമുറപ്പാക്കി. ബാഴ്സലോണയ്ക്കായി ലെവൻഡോസ്കി, റൊഫീനിയ, ക്രിസ്റ്റൻസൺ, കൂണ്ടെ, ബാൽഡെ, ടെർ സ്റ്റേഗൻ തുടങ്ങിയവർ ഫസ്റ്റ് 11-ലും ലാമിൻ യമാൽ, ഫെറാൻ ടോറസ്, ഗുണ്ടോഗൻ തുടങ്ങിയവർ പകരക്കാരായും കളത്തിലെത്തി. മത്സരത്തിൽ 60% ബോൾ പൊസിഷൻ ബാഴ്സലോണയ്ക്കായിരുന്നു. ബാഴ്സലോണ 12 ഷോട്ടുകൾ തൊടുത്തതിൽ 2 എണ്ണം മാത്രമാണ് ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നത്. മൊണാക്കോ 6 ഷോട്ടുകൾ തൊടുത്തപ്പോൾ 4 എണ്ണം ഓൺ ടാർഗറ്റിലുണ്ടായിരുന്നു. ഇതോടെ ബാഴ്സയുടെ പ്രീ സീസൺ ഒരുക്കങ്ങൾ പൂർത്തിയായി. സീസണിലെ ആദ്യ മത്സരത്തിനായി ലാലിഗയിൽ ബാഴ്സലോണ ഓഗസ്റ്റ് 18-ന് കളത്തിലെത്തും. വലൻസിയയാണ് ബാഴ്സലോണയുടെ ആദ്യ എതിരാളികൾ. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.